നാരുപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം പരിപാടികൾ സമാപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. ഡബിൾ കട്ടിംഗ് നാരുപാറ ക്ഷേത്രത്തിലെ തിരുവുത്സവ സമാപന ദിവസത്തിൽ രാവിലെ പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പന്തീരടി പൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസാദമൂട്ട്, വൈകിട്ട് 5-ന് നട തുറക്കൽ, തുടർന്ന് കൊടിമരച്ചുവട്ടിൽ പറയെടുക്കലും നടന്നു. തുടർന്ന് വൈകിട്ട് 6-ന് കാൽവരി മൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നിന്ന് താലപ്പൊലി, തെയ്യം, രഥം, നാസിക് ഡോൾ, വാദ്യതാളമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്ര നടന്നു. വൈകിട്ട് 7-ന് ക്ഷേത്രത്തിൽ വിശേഷ ദീപാരാധനയും, വൈകിട്ട് 8-ന് ദീപപ്രപഞ്ചവും, 8:15-ന് അന്നപൂർണേശ്വരി ദേവിക്ക് പൂമൂടലും മഹാകാണിക്ക സമർപ്പണവും നടന്നു. തുടർന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് തിരുവുത്സവ സന്ദേശം നൽകി. ഭദ്രാദേവി അമ്മയുടെയും അന്നപൂർണേശ്വരി ദേവിയുടെയും ഗുരുദേവന്റെയും ക്ഷേത്രത്തിലെ തിരുനടയിലെ ഉത്സവം ഈ ഘോഷയാത്ര തിരുസന്നിധിയിൽ എത്തുന്നതോടുകൂടി സമാപിക്കുന്നു. ഉത്സവ രീതി അനുസരിച്ചുള്ള സങ്കല്പവും വിശ്വാസവും, നാട്ടിൽ കുടികൊള്ളുന്ന പരദേവത നാട്ടിലിറങ്ങി ഭക്തജനങ്ങളെ ഗ്രാമ സന്ദർശനം നടത്തി ഭവനങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ്. ദേവിമാരെയും ഭഗവാനെയും വീട്ടിൽ എതിരേറ്റ ഭക്തജനങ്ങൾ ഇന്ന് തിടമ്പേറ്റി ചൈതന്യം ശ്രീകോവിലിൽ പുനഃപ്രവേശിക്കുന്നു. ഒരു നാടിൻ്റെ ശാശ്വതമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അവസാന വാക്കുകളാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും. തുടർന്ന് ക്ഷേത്രത്തിൽ കൊടിയിറക്ക്, മംഗളപൂജ, മഹാപ്രസാദമൂട്ട്, വടക്കുപുറത്ത് വലിയ കുരുതിയും, രാത്രി 9 മണിക്ക് ചെറുതോണി നാട്ടരങ്ങ് ടീം അവതരിപ്പിക്കുന്ന കൈകൊട്ടുകളിയും, തുടർന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി സുരേഷ് ബാബു നാഥ ശർമ്മ ശാന്തികൾ, സോജു ശാന്തികൾ, പ്രതീഷ് ശാന്തികൾ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, ശാഖായോഗം പ്രസിഡന്റ് സുരേഷ് ബാബു തേവർക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ പുത്തേട്ട്, സെക്രട്ടറി സുനിൽ കൊച്ചയ്യത്ത്, യൂണിയൻ കൗൺസിലർ മനേഷ് കുടിക്കായത്ത്, കമ്മിറ്റി അംഗങ്ങളായ റെജി നമ്പ്യാർ മഠത്തിൽ, സാബു പാടയ്ക്കൽ, ദീപക് ചാലിൽ, അജീഷ് വാത്താത്ത്, ശിവപ്രസാദ് വേഴംതുണ്ടിയിൽ, ജിൻഡോ കുറിഞ്ഞിത്താഴെ, സുരേഷ് പുത്തന്തറയിൽ, ദേവസ്വം സെക്രട്ടറി സന്തോഷ് വാത്താത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ, പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.